بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الحمد لله رب العالمين. നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ ടൈം പറഞ്ഞതാ. വമാ ബൈനൽ ഇശാഇനി, ഇശാഇന്റെ സമയത്ത് ഇശാഇന്റെ ഇടയിൽ. അതുകൊണ്ടാണ് വലിയ പള്ളി ദർസുകളിലെല്ലാം മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ പഠിപ്പിക്കും. ഒന്നാം ദർസ് രണ്ടാം ദർസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ഇശ ചിലപ്പോൾ നീണ്ടാലും കുഴപ്പമില്ല. നമ്മൾ വൈലത്തൂരൊക്കെ പഠിച്ചപ്പോൾ ഇശ 9 മണിക്കാണ് ഇശ നിസ്കരിക്കുന്നത്. പഠിത്തമെന്ന അടിസ്ഥാനത്തിൽ പിന്നെ അതിനെ ബന്ധിക്കുന്നതിനും കുഴപ്പമില്ലല്ലോ, പഠിത്തമല്ലേ, നല്ല കാര്യമല്ലേ. പക്ഷെ ആ സമയത്ത് ഇപ്പം നമ്മളതല്ലേ, നമ്മളിപ്പോൾ ആ സമയത്തും സ്കൂട്ടർ നമ്മളെ പൃഷ്ഠത്തെടുത്ത് വെച്ചാൽ നമ്മൾ കറങ്ങാൻ പോകും. മുത്താലിമീങ്ങളായ പിന്നെ ഉസ്താദില്ലെങ്കിൽ പിന്നെ ആ സമയത്ത് വേണമെങ്കിൽ. പഴയ കാലത്തൊക്കെ നമ്മൾ പള്ളിയുടെ അരികിൽ കൂടി പോകുമ്പോൾ ഇങ്ങനെ നല്ല അൽബയുടെ ബൈത്തും കുട്ടികൾ ഓതി പഠിക്കുന്നതും കേൾക്കാൻ പറ്റും. ഇപ്പം നടന്നു പോയാലോ, അത് നടന്നു പോയാൽ നല്ല ട്യൂണുകൾ കയറ്റാൻ പറ്റും, ട്യൂണുകൾ കേൾക്കാൻ പറ്റും. ഈ ഫോണിലിങ്ങനെ യഹൂദിയും നസാറാക്കളും മനുഷ്യന്മാരെ സമയം പാഴാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു സാധനമാണല്ലോ ഈ ഫോണെന്ന് പറയുന്നത്. പണ്ടൊക്കെ ഒറ്റയ്ക്ക് കടന്നു പോകുമ്പം വർത്താനം പറഞ്ഞാൽ പറയും എന്ത് ഭ്രാന്തനാണെന്ന്. ഇപ്പം നടക്കുന്നവരെല്ലാം ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് നടക്കുന്നവരെല്ലാം വർത്താനം പറയുക, കുല്ലും മജ്നും. മനസ്സിലായി? എന്തപ്പോ ചെയ്യാം നമ്മള്. ഇപ്പൊ ഒരു മോമിനായ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ നമുക്ക് ടൈമില്ല. മറ്റേ അതിനകത്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. ബുളും ബുളും ബുളും, മനസ്സിലായില്ലേ? അതിനകത്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുക. കണ്ണ് എൻഗേജാണ്, കാത് എൻഗേജാണ്. മറ്റേ ഇങ്ങനെ രണ്ടെണ്ണം ചെവി കുത്തി വെച്ചേക്കാണ്. കണ്ണ് എൻഗേജ്, കാത് എൻഗേജ്, വായു എൻഗേജാണ്. പുരാപുരാക്കും അത് ഇതൊക്കെ വായു വാരി വെച്ചിട്ട് സർവ്വതും എൻഗേജാ. പിന്നെ ഇപ്പം എന്താ, മനസ്സിലായില്ലേ? നിങ്ങൾ ക്യൂവിലാണെന്ന് മറ്റേ ഇതിനകത്തൊക്കെ ഇങ്ങനെ പറയുന്നേക്കാതെ ചിലപ്പോഴൊക്കെ. ചിലപ്പോൾ ഇതിനകത്തെങ്ങനെ പറയും, നിങ്ങൾ വിളിക്കുന്ന ബസ് ഡ്രൈവർ പുറത്താണ് എന്നൊക്കെ ഈ പെണ്ണിന് അറിയാൻ പറ്റുമായിരിക്കും. ഇതിനകത്തിരിക്കുന്ന പെണ്ണ് ഭയങ്കര പെണ്ണ് തന്നെയാണ്. പോട്ടെ. വെസ്തഗ്രിഖു ജമീഅ ഔഖാത്തി, സമയം മുഴുക്കയും ചെലവഴിക്കണം. മനസ്സിലായി? ഇൽമിലായിക്കൊണ്ട് ചെലവഴിക്കണം. ഇൽമിലായി ചെലവഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കും, പറയാനല്ലോ പഠിച്ചാൽ എൻ്റെ ഇൽമ പറഞ്ഞു കൊടുക്കാൻ. ഇൽമ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഇഖ്ലാസ് വേണം, റിയാവൊന്നും കടന്നുകൂടാനും പാടില്ല ഇതിനകത്ത്. അങ്ങനെയൊക്കെ ഒരുപാട് നിബന്ധനകളും ഉണ്ട്. ഔഖാത്തി ഫി ജമീഅ യസ്തഗ്രിഖ വയൻബഗി യസ്തഗ്രിഖ ജമീഅ ഔഖാത്തിഹി, സർവസമയങ്ങളിലും അവൻ ഇൽമ കൊണ്ട് വ്യാപൃതനാകലും വേണം എന്ന്. ഫൈദാമല്ല അൻ ഇൽമിൻ, അങ്ങനൊരു വിഷയം പഠിച്ചു വന്നു, അതിലൊരു മടി വന്നാൽ വേറെ ഇൽമെടുത്ത് പഠിക്കണം. യസ്തഗ്ലു ബി ഇൽമിൻ ആഖറ, മറ്റൊരു ഇൽമ എന്ത് ചെയ്യും, എടുത്തു വെച്ച് പഠിക്കണം. നമ്മൾ ഓതിന്ന് തോന്നുന്നു. വഖാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായിരുന്നു ഇദാ മല്ല മിനൽ കലാമി, നല്ല സംസാരങ്ങൾ, ഇൽമിയായ കലാമുകൾ സംസാരിച്ചു കൊണ്ടിരിക്കും, മടിയൊരിയാണെങ്കിൽ യഖൂല് പറയാറുണ്ട്, ഹത്തു ദിവാൻ ശുറ. അങ്ങനെ ഖമറുൽ ദർസെടുക്കുമ്പോൾ കണ്ടിട്ടില്ല, ബുഖാരി ശരീഫൊക്കെ ദർസെടുക്കുമ്പോൾ കണ്ടിട്ടില്ല. അതിനെപ്പറ്റി പറഞ്ഞ ബൈത്തൊന്ന് പാടിക്കാണെന്ന് പറയും. അപ്പോൾ അവരെല്ലാവരും കിടങ്ങ് പാടും. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. ലാസ്റ്റും പാടുന്നേക്കാം, ലാസ്റ്റ് കുറെ ബൈത്തൊക്കെ പാടുന്നേക്കാം. അബ്ദുല്ലാഹിൽ അബ്ദാദ് തങ്ങളുടെ ആ ബാലവി തരീഖത്തിന്റെ അവസാനത്തുള്ള വെള്ളിയാഴ്ച ചെല്ലാൻ പറഞ്ഞതൊക്കെ ഇങ്ങനെ ചെല്ലിക്കുന്നതൊക്കെ കുട്ടികളെ കൊണ്ട്. അത് നല്ല രസമാണത്. ഹത്തോ കൊണ്ടുവരും. അതൊക്കെ ഇബ്നു അബ്ബാസ് തങ്ങളെ പാതയെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ ഉസ്താദന്മാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഉസ്താദന്മാർ ചോദിക്കാം, അവിടെ അതിനെപ്പറ്റി പറഞ്ഞ ബൈത്തൊന്നും പഠിക്കണമെന്ന് പറയും, ഒരു വിഷയം പറഞ്ഞിട്ട്. ചിലപ്പം ബുഖാരി ശരീഫൊക്കെ ആകുമ്പം ചിലപ്പം നെഹ്വിന്റെ കായികകൾ പറഞ്ഞ ബൈത്തായിരിക്കും, അപ്പോൾ അതൊന്ന് പാടാൻ പറഞ്ഞു. അല്ലെങ്കിൽ വല്ല ശവായിദ് ബൈത്തിലൊക്കെ ഇങ്ങനെ ഈ മധുഹിന്റെ ബൈത്ത്, അതിനെപ്പറ്റി എന്താ ബുർദ പറഞ്ഞത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താ വിത്തിരിയ പറഞ്ഞത്, അതിനെപ്പറ്റി മറ്റേ കിത്താൻ എന്താ പറഞ്ഞത്, അതൊക്കെ ഇങ്ങനെ ചോദിക്കും, കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കും. അപ്പോൾ ആ മലലങ്ങ് പോയി. അപ്പോൾ കാന മുഹമ്മദ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു ലാ യനാമൽ ലൈല, രാത്രി ഉറങ്ങാറേ ഇല്ല.
വക്കാന യളോഴിന്തൊക്കെ അവരുടെ അടുക്കൽ വെക്കും ദഫാത്തിറു ഒരു ഏട് വെക്കും. വക്കാനയിതാമല്ല മിന്നോഴിൻ കുറേ ഏടുകൾ കൊണ്ട് വെക്കും, പല ഐറ്റം കിതാബുകളും. നെഹ്വ്, സർഫ്, മന്തിഖ്, സറത്തദീബ്. എന്ത് സറത്തദീബ്? സറത്തദീബില്ല, കുത്തുബിയില്ല, മീറിയില്ല, എല്ലാം ഇങ്ങനെ കുത്തുബി ഓതി കൊടുക്കും, മീറോതി കൊടുക്കില്ല. പിന്നെന്താണ് ഷറല്ലക്കായ ഓതി കൊടുക്കും, ഖയാലി ഓതില്ല. ഇതെല്ലാം കമ്പ്യൂട്ടർ എഴുതല്ല. 6 വയസ്സ് 6 കൊല്ലം കൊണ്ട് ഡിഗ്രി ആയി ഇറങ്ങണം. ഇത് ലോകത്തിന് പിന്നാലെ പോവുകയാണ് നമ്മളെ പിന്നാലെ ലോകമല്ല. വക്കാനയിതാമല്ല മിന്നൗഇൻ യൻദുറു നൗഇൻ ആഖറ വക്കാന യദഉഇൻദഹുൽ മാ വെള്ളം കൊണ്ട് വെക്കും അവിടെ. വയസീലു നമഹു ബിൽ മായി പറക്കലും മുഖമൊക്കെ ഒന്ന് കഴിവെക്കും. വക്കാന യഖൂലു അന്നഹു മിനൽ ഹറാറ എന്നാണ്. ഈ ഉറക്കം ചൂടിനാൽ വരുന്നതാണ്. തണുപ്പിച്ച് നോക്കുക, അപ്പോൾ പിന്നെ ഉറക്കം പോകും. ഫലാ ബുദ്ദ മിൻ ദഫഇഹി ബിൽ മാഇൽ ബാരിദി എന്ന് മഹാനായ ആരാണ് ആള്? അബുൽ ഹസൻ റഹ്മഹുല്ലാഹ് ഇബ്നുൽ ഹസൻ തങ്ങൾ. വകാന മുഹമ്മദ് ഇബ്നുൽ ഹസൻ തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് അല്ല. അപ്പോൾ അവിടുത്തെ മലാലത്ത് നീങ്ങിയല്ല, മടിയെല്ലാം അങ്ങ് പോകും. ഫസ്ലുൻ ഫി ശഫഖത്തി വൻ നസീഹ. മുത്തഅല്ലിമീങ്ങളോട് നല്ല കരുണ വേണം, അവർക്ക് നല്ല ഉപദേശം കൊടുക്കണം. ചുമ്മാ ഇങ്ങനെ പോത്തിനെ തല്ലുന്നവരെ മുത്തഅല്ലിമീങ്ങളെ തല്ലിക്കളയരുത്. വടിയൊക്കെ കൈ വെച്ചേക്കുന്ന നല്ലതാ, എന്നാലും ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ചുമ്മാ കേസൊക്കെ കൊടുത്താൽ നമ്മൾ പറഞ്ഞു പോകും. ബാലപീഡനം എന്ന് പറഞ്ഞിട്ട് ആകപ്പാടെ പിന്നെ വിഷയം ഉണ്ടാവും. അതുകൊണ്ട് ഇൽമിന്റെ ഉടമ ആരായാലും യംബഗി യകൂന സാഹിബുൽ ഇൽമി മുശ്ഫിഖൻ, നല്ല കരുണയുള്ളവനാകണം. നാസിഹൻ, നല്ല ഉപദേശകനാവണം. നമ്മുടെ ആർക്കാണ് ഉപദേശിക്കുന്നത് അവരിൽ നമ്മൾ ഖൈർ ഉദ്ദേശിക്കണം. അത് മുർഷിദൻ ബിമാന മുരീദൻ ലിൽ ഖൈർ, നന്മ ഉദ്ദേശിക്കണം. വൈറ ഹാസിദിൻ, ആരോടും അസൂയ വേണ്ട. നമ്മൾ മനസ്സിലായില്ലേ? പിന്നെ ബിനൽ മുഅല്ലിമി ഈല പറയപ്പെട്ട ഒരു മുഅല്ലിമിന്റെ മകൻ യകൂനു ആലിമൻ, അവൻ ആലിമായി വരും. കാനലി ശഫഖത്തിഹി വ നസീഹത്തിഹി ലി തലാമിദത്തിഹി. ഈ മുഅല്ലിമ് നല്ല കരുണയുള്ള ആളും നല്ല ഉപദേശകനും ആയതിന് വേണ്ടി മാത്രം ലി തലാമിദത്തി, അയാളുടെ കുട്ടികളോട്. തലാമിദത്തി എന്നുള്ളത് മുഅറബായ പദമാണെന്നോ അങ്ങനെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളെ കൈപ്പറ്റി ഉസ്താദ് എഴുതിയ ഫത്തുൽ ഖയ്യിമിന്റെ ശറഹിൽ ഉണ്ടെന്ന് തലാമിദത്ത്. തിൽമീദ് ലമ്മദയിലമ്മ, തിൽമീദിന്റെ ജമ തലാമീദ് ഫിൽ ഖുർആൻ. അങ്ങനെയായിരുന്നു. ഫൽഹസദ് യദുറു, ഹസദ് യദുറു വലാ യൻഫഉ. ഹസദ് എന്നുള്ളത് ഭയങ്കര വളരെ വരുത്തുള്ളൂ, അതിന് പ്രയോജനമില്ല. അൽ ഹസൂദ് ലാ ഹസൂദ് എന്നല്ല. ഈ 73 പാർട്ടി ഉണ്ടായത് ഹസദിനാലാണ്. 72 ഹസദിനാൽ വന്നതാണ്. ഹസദ് എന്നുള്ള ഹായ് 8 സീൻ 60 ദാല് 4 ആകുമ്പം 72 ആവും. അതിന്റെ എണ്ണം കൂട്ടുമ്പം അലിപന്ന് 2 വജീമും 3 4 എന്ന എണ്ണം കൊണ്ട് ദാലും വന്ന് 5 60 7 8 9 പിന്നെ അങ്ങനെ പാട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ഉസ്താദ് ഇസ്രാജലും പഠിപ്പിച്ചിരുന്നു, മറന്നു ഇപ്പം. 59 കാഫ് 20 ലാ 30 മീം 40 നൗൻ 40 50 സീൻ 60 മൈൻ 70 ഫാ 80 90 കാവും വറ 100 200. അറബി വാല്യൂ ഓരോ അക്ഷരത്തിന് കൊടുക്കുന്ന വാല്യൂ, അതിന്റെ കണക്ക്. ഇപ്പം ഹസദ് 100. ഹസദ് അതെന്ത് ചെയ്യും? അത് വറതയാവുള്ളൂ. അത് ഒരു കാരണവശാലും പ്രയോജനം ചെയ്യില്ല. വരായും ഉസ്താദന നമ്മുടെ ഉസ്താദായിരുന്നു ശൈഖുൽ ഇസ്ലാം ബുർഹാനുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി യഖൂലു പറയുമായിരുന്നു. ഖാലു, പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന ബിനൽ മുഅല്ലിമി യകൂനു ആലിമൻ എന്ന്. മറ്റേത് ഖീലാന്ന് അവർ കിതാബിലുണ്ട്. ഇങ്ങനെ ഇവിടെ ആളെ പറഞ്ഞിട്ടുണ്ട്. യകൂനു ആലിമൻ അന്നൽ മുഅല്ലിമ, കാരണം പണ്ഡിതൻ പഠിപ്പിക്കുന്ന ആൾ യുരീദൻ യകൂന തിൽമീദുഹു ഫിൽ ഖുർആനി ഉലമാ. അല്ല മൂപ്പരുടെ തിൽമീദന്മാരെല്ലാം ഖുർആൻ ഷരീഫിലായ നിലയിൽ നല്ല പണ്ഡിതന്മാരാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നല്ല പഠിപ്പിച്ചപ്പം ഇയാളുടെ മക്കൾ എന്തായി? ആലിമീങ്ങളായി. ഫബി ബറക്കത്തി ഇത്തിഖാദിഹി വശഫഖത്തിഹി, ആ ആളിൻ്റെതായ കരുത്തിന്റെ ബറക്കത്ത് കൊണ്ടും അയാളുടേതായ ഒന്നില്ല. ഇപ്പം വരും അവിടുന്ന് തിരിച്ചു
വശഫഖത്തി അയാളുടേതായ കരുണ കൊണ്ടും അയാളുടേതായ മയം കൊണ്ടുമാണ്. യകൂനു മിൻഹു ആലിമ, അയാളുടെ മകൻ ആലിമായി. എന്താ വക്കാന മഹാനവറുകൾ ഹിക്കായത്തിയോടുമായിരുന്നു. വക്കാന അന്ന الصدر لأجل برهان الأئمة جعل وقت السبق. أن الصدر برهان الأئمة صدر عليك جعل وقت السبق لبنيه بعد جميع الأسباق فقال إنما نمل. فقال إن أولاد الكبار من الغرباء قصدوني من أقطار الأرض فلا بد أن نقدم أسباقهم. എന്ന് മനസ്സിലായി. മഹാനായ സദർ ബുർഹാനുൽ-അഇമ്മ കുട്ടികൾക്ക് 2 മക്കളുമാരവിടെ പോകുന്നുണ്ട്. അപ്പോൾ ആ മക്കളുമാരെല്ലാം മറ്റവരുടെ സബക്കെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കും. ബാദ ജമീൽ അസ്ബാഖ്, മറ്റ് സബക്കെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ കാല, അപ്പോൾ ഈ 2 കുട്ടികൾ പറഞ്ഞു ഇപ്പോഴാണ് ഞങ്ങളെ വിളിക്കുന്നത്, ഞങ്ങൾക്കിത് പറ്റില്ലെന്ന്. അവർ പറഞ്ഞു പല നാടുകളിൽ നിന്ന് കുട്ടികൾ ഓതാൻ വന്നതല്ലേ, അയറ്റിങ്ങൾക്ക് ഓതി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാം. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ മക്കളുമാരെന്ത് ചെയ്തു, ഫാഖബിനാഹൂന്ന് വേണ്ട, ഈ 2 മക്കളുമാർ നല്ല വലിയ പണ്ഡിതന്മാരായി. ഈ ഉപ്പാന്റെ ഈ നല്ല ഇത്തിഖാദും ഈ ഉപ്പാന് മുത്തഅല്ലിമീങ്ങളോടുള്ള കരുണയുടെ കാരണം കൊണ്ട് വേണ്ട. ഇന്ന ഔലാദൽ കിബാരി മിനൽ ഖുറബാ, പ്രവാസികളായ കുറേ കുട്ടികളുണ്ടല്ലോ, ഖസദൂനി അവരെന്നെ കരുതി വന്നതല്ലേ, പിന്നെ ഖുത്താലിൽ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നും. അതുകൊണ്ട് ഫലാബുദ്ധ എനിക്ക് കൂടാണ്ട് കഴിയുകയില്ലല്ലോ അൻ നുഖദ്ദിമ അസ്ബാഖഹും, അവരുടെ സബക്കൊക്കെ ഇങ്ങോട്ട് മുന്തി കൊടുക്കട്ടെ, നിങ്ങളവിടെ നിൽക്കി. ഇങ്ങനെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് പിന്നെ പഠിപ്പിച്ചു കൊടുത്തു. ഫബി ബറക്കത്തി സബക്കത്തി, കണ്ട ആ മഹാനവറുകളുടെ സബക്കത്തിന്റെ കരുണയുടെ ബറക്കത്ത് കൊണ്ട് ഫാഖബിനാഹു, ആ 2 മക്കളും മേലെയായി. അതായത് ഹിഷാമുദ്ദീൻ താജുദ്ദീൻ എന്ന് പറയുന്നവർ അല അക്തരി ഫുഖഹാഇ സമാനിഹിം, അവിടെ കാലഘട്ടത്തിൽ നിന്നുള്ള എല്ലാ ഫുഖാക്കളിലും പെരുത്ത ആൾക്കാരും മേലെയായി വന്ന 2 കുട്ടികൾ എന്താ നല്ല കരുണയാണ്. എമ്പകയല്ല യുനാസിയ അഹദ്, ആരോടും തർക്കിക്കാൻ നിൽക്കല്ല. ലിഅന്നഹു യുളയ്യിഉ ഔഖാത്ത്, വെറുതെ സമയം വെറുതെ കളയുന്നു. ആ ടൈം നല്ല ഇൽമ കൊണ്ട് ജോലിയാകാമെന്നുള്ളത്. ഖാല ഈസാ അലൈഹിസ്സലാം ഇഹ്തമിലൂ മിനസ് സഫീഹി സഫഹത്തൻ വാഹിദ കൈ തർബഹു അശറാ എന്ന് പറഞ്ഞു. ഒരു സഫീഹായ മനുഷ്യൻ വന്ന് അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവനൊന്ന് ഒരു സഫാത്ത് നിങ്ങൾ സഹിച്ചോളി, നിങ്ങൾക്ക് 10 നന്മ പിന്നീട് കിട്ടുമെന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. ഫസ്ലുൻ ഫിൽ ഇസ്തിഫാദ, ഇനി കുട്ടികൾ അധ്വാനിക്കുന്നതിനെ പറ്റി എവിടെ ഒരു ഇൽമ ഉണ്ടാലും അതൊക്കെ പറക്കിയെടുത്ത് എഴുതി വെക്കണമെന്നൊക്കെ പറയാൻ പോവായിരിക്കണം.